ഹലോ റാസൽ കൈമയിലെന്നല്ല യോയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഹില്ലാണ് ജബൽ ജയ്സ്. ഹയസ്റ്റ് ആയിട്ടുള്ള ഹില്ലാണ് ജബൽ ജയ്സ്. അതെ, സമുദ്രനിരത്ത് ഏകദേശം 6500 അതെ. നമ്മളൊരു ഭാഗ്യല്ല ഇവിടെ എത്തിപ്പെട്ടത്. നമ്മുടെ താപനില ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ സമയതാ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ജബൽ ജയ്സ്. ഇപ്പൊ നമ്മുടെ തലയുടെ മേലെ നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം നമ്മൾ വളരെ ലേറ്റ് ആയിരുന്നു എത്തിയത്. 2:30-3 മണിയാകുമ്പോ എത്തി. അതിനുശേഷം നമ്മൾ ടെന്റ് അടിച്ച് ഇവിടെ കടന്ന് രാവിലെ നീച്ച് ചായ ഉണ്ടാക്കി, ചായ കുടിച്ച്, ബ്രെഡ് കഴിച്ച്, പല്ല് കഴിച്ചില്ലേ. അതിന് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താ, പരിപാടി എന്താ? നമ്മൾ പോകുന്നത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല ദോശ സെറ്റ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നോക്കി പോവുകയാണെങ്കിലോ നമ്മൾ നേരെ ഇവിടെ തന്നെ നല്ലൊരു ബീച്ച് ഉണ്ട്, ഫ്ലെമിംഗോ ബീച്ച് എന്നറിയപ്പെടുന്ന ഫ്ലെമിംഗോ. അവിടെ പോയിട്ട് ഞങ്ങൾ കുളിക്കുന്നു. അതെ, അതാണ് ഞങ്ങൾ നല്ല മന്തി കഴിക്കുന്നു, മട്ടൻ മന്തി. അപ്പൊ ഇനി നമുക്ക് അതിന്റെ കാഴ്ചകൾ പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി, ഫ്ലെമിംഗോ ബീച്ചിലെത്തി. നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് നമ്മൾ അവിടുന്ന് നേരെ ജബൽ ജയ്സിൽ നേരെ ഇങ്ങോട്ട് ഫ്ലെമിംഗോ ബീച്ചിലേക്ക് വന്നു. ഇപ്പൊ നമ്മൾ ബീച്ചിൽ ഇറങ്ങിക്കാണ്. ബീച്ചിൽ ഇറങ്ങിയപ്പോ നമ്മളെ കേളക്കാളും കഷ്ടം, എന്താ പറയാ. അങ്ങനെ നമ്മളെ ഒബാമ, ഇവൻ ഷാറുഖ് ഖാൻ, ഇതോ സുഹൈല്. അതെ. നമ്മളിപ്പോൾ ഏല് എന്ന് പറയുന്ന റാസൽ ഖൈമയിലെ ഒരു ഏറ്റവും വൃത്തിയുള്ള ഒരു ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്, ഫ്ലെമിംഗോ ബീച്ച്. ബീച്ച് ഫ്ലെമിംഗോ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നല്ല വെള്ളം, വൃത്തിയുള്ള വെള്ളമാണ്. പിന്നെ കുറെ മീനുണ്ട്. കരയിൽ തന്നെ നമുക്ക് മീനുകളെ കാണാം. അതെ, അത് അപൂർവമായി ചില കടകളിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു സംഭവമാണ്. കരയിൽ മാത്രം, ബീച്ച്. കരകളിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് തവള. ഇപ്പൊ പാലിഞ്ഞണ്ടാണിത്. പാലിനുണ്ടോ? നമ്മൾക്ക് പാല് മാത്രമേ കുടിക്കുള്ളൂ, പാലല്ല. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് ഞണ്ട്. അങ്ങനെ ആവട്ടെ. ഞണ്ടിനെ കുറിച്ചുള്ള അറിയിപ്പാണെങ്കിൽ ഞണ്ടിനെ കുറിച്ച് രണ്ടു വാക്ക്. ഞണ്ട് കറിയായിട്ട് വെക്കാം, വേവിക്കും ചെയ്യാം. ഫ്രണ്ടിലോട്ട് നടക്കാൻ പറ്റും. നമ്മുടെ ഞണ്ടിന് ആമാശയത്തിലുണ്ട്. എന്താ പല്ലോ? ആമാശയത്തിൽ പല്ലുള്ള ലോകത്തിലെ ഒരേ ഒരു ജീവിയാണ് ഞണ്ട്. ഞണ്ടിനെ കുറിച്ച് ഇത്രയും ആധുനികമായിട്ട് സംസാരിക്കണ വേറെ ആള് ഈ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഭൂമിയിലല്ല, ഇന്ത്യയിലല്ല. ഇല്ല, അതിലൊന്നും പറയല്ല. വേറെ സംഭവം ഉണ്ട്, ഈ ഞണ്ടിനെ പിടിച്ച ട്രൗസറിന്റെ ഉള്ളിൽ കിട്ടാൻ. ഓ, ആ പോകുന്നത് എന്താണ്? അതിന്റെ പേരെന്താ? സുഖല്ലേ? അതിനെ കുറിച്ച് രണ്ടു വാക്ക് ആധുനികമായിട്ട് പറയും. ജസീറ അൽഹംറയിലെ നമുക്ക് 400 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ റാസൽ ഖൈമയിലുള്ള ഒരു സംവിധാനമാണ് അത്. നമുക്ക് അതിൽ കയറിയിട്ട് രണ്ടാൾക്ക് അതിൽ യാത്ര ചെയ്യാം. 400 ദിർഹംസിന്. 400 ദിർഹംസ്. അതിന് ഷെസ്ന 4 സീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 4 സീറ്റ് ഉണ്ട്, 2 സീറ്റ് ഉണ്ട്. നമ്മുടെ എയറോനോട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് 200 അവർ ഫ്ലൈസ് ആദ്യം കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് അത്. 4 സീറ്റ് ഉണ്ട്, 2 സീറ്റ് ഉണ്ട്. പോയ വണ്ടി തിരിച്ചു.
അതിന്റെ ഒരു മഞ്ഞ കളറും ഉണ്ട്, ഇത് ചോപ്പാണ്. എത്ര മിനിറ്റ് ആണ് റൈഡ് ചെയ്യും? അത് അറിയില്ല കേട്ടോ, അരമണിക്കൂറാണ് അതെ. നമ്മളിവിടെ വ്യത്യസ്തമായിട്ടൊരു ഗെയിം നമ്മൾ ചെയ്യാണ്. അതായത് ബീച്ചിന്റെ അടിയിൽ നിന്ന് വള്ളത്തിൽ മുങ്ങിയിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ബീച്ചിന്റെ അടിയിൽ നിന്ന് കിട്ടും. അതായത് വെറൈറ്റി കല്ലുകളാവാം, അല്ലെങ്കിൽ ശംഖുകളാവാം, അങ്ങനെ എന്തേലും. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ കളിക്കാൻ പോകുന്നത്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഗെയിമാണിത്. ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത, ആരും കളിക്കാത്ത സംഭവം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ചെക്കന്മാരെല്ലാവരും ഉണ്ട്, ചെക്കന്മാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായ വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാം. നിക്ക് ഗെയിം എന്താ? അടുത്തായി നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം കടലിന്റെ അടിയിൽ ആഴങ്ങളിൽ പോയിട്ട് വ്യത്യസ്തമായ സാധനങ്ങൾ കൊണ്ടുവരാണ്. നല്ല ഭംഗിയുള്ള കല്ലുകൾ, ഭംഗിയുള്ള രത്നങ്ങൾ, ഉൾപ്പെടുത്താൻ. എന്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു രൂപയുടെ കോയിനാണ്. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കുറച്ച് കഴിഞ്ഞിട്ട്. എനിക്ക് വ്യത്യസ്തമായ കല്ലുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ചൊവ്വേന്ന് എങ്ങാണ്ട് വീണ കല്ലാന്നാണ് തോന്നുന്നത്. പണ്ട് ഇവിടെ ജീവിച്ച ആൾക്കാർ തിന്നുന്ന കക്കത്തോടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണ്? പണ്ട് ഇവിടെ ജീവിച്ച ആൾക്കാർ തിന്നുന്ന കക്കത്തോടാണ്. ഈ കടലിൽ ഒരുപാട് അടുത്ത പൈസ നല്ല ഭംഗിയുള്ള ഒരു കക്ക കിട്ടിയിട്ടുണ്ട്. കക്കന്റെ തോടല്ലതായ വളരെ ഡേഞ്ചറസ് ആയ കുച്ചിപ്പില്ലോ പറയൂ, രണ്ടു വാക്ക്. ആസ്വദിക്കാതോ കിടക്കാന്നോ? ആസ്വദിക്കല്ല, നമ്മളൊരു ആസ്വാദനത്തിന്റെ ഭാഗമാണ്. അതെ. ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് പുഷപ്പ്. റെഡി, 1 2 3 ഗോ. ഓ എന്തായി സൈല് ഞാൻ അടുത്ത പൈസ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് അവിടുന്ന് ഫുഡ് കഴിച്ച് ഹോട്ടലിൽ കയറി നല്ല ഫിഷ് ബിരിയാണി എല്ലാവരും കഴിച്ച്. എല്ലാവരും ഫിഷ് ബിരിയാണി കഴിച്ച് നല്ലൊരു വണ്ടി കിടന്ന് അങ്ങനെ ഇറങ്ങി. അതിനുശേഷം ചെക്കന്മാർക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അതാണ് സംഭവം. ആരും കാണാത്ത. ഞാൻ പോകുന്നു. ബൈ ബൈ.